ബാലചന്ദ്ര മേനോൻ എങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നതിൻ്റെ ടെൻഷനിലാണ് ഗംഗാധര മേനോനും മാലതിയും. ബാലചന്ദ്രന് ആ വൈജ് പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണെന്നും അതിൻ്റെ വർഷവും ആ കുഞ്ഞിൻ്റെ വയസ്സും എല്ലാം അറിയാം എന്നുള്ള മാലതി പറയുമ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനൊരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം ഗംഗാധര മേനോൻ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗംഗേട്ട, ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാലതി ഗംഗാധര മേനോനോട്. ഇതിനെന്താ ഗംഗേട്ട ഒരു പോംവഴി, ഒരു കുടുംബം തകരാൻ പോവുകയാണ് എന്ന് മാലതി പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് നമ്മൾ മൂടി വെച്ച രഹസ്യമാണ്, അത് ബാലചന്ദ്രൻ അറിഞ്ഞു. ബാലചന്ദ്രൻ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈജ ആ ബന്ധം അതോട് കൂടിയിട്ട് മുറിച്ചു മാറ്റും. പിന്നെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് വരും. ആ കുഞ്ഞിനെ നമ്മൾ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചതായിരുന്നു എന്നറിഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചതല്ല, ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചതായിരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നമ്മളോട് യുദ്ധത്തിന് വരും. പിന്നീട് ബാലചന്ദ്രൻ അല്ല വൈജിയായിരിക്കും നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയാണ് ഗംഗാധര മേനോൻ. ഈ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നോ അവരോടൊക്കെ അവൾ കണക്ക് ചോദിക്കുമെന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട്, ഗംഗേട്ട ഒരിക്കലും വൈജി കാര്യങ്ങളൊന്നും അറിയരുത്. ബാലചന്ദ്രനെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇന്ന് അയാൾ അവിടെ തങ്ങട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബാലചന്ദ്രനെ വിടാവൂ എന്ന് പറയാണ് മാലതി. ഗംഗേട്ടൻ ബാലചന്ദ്രനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അയാൾ വഴങ്ങുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ് ഗംഗാധരൻ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി മനുവിനെ വിളിക്കുകയാണ്. അങ്കിൾ ഇതുവരെ വന്നില്ലല്ലോ മനു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഉച്ച കഴിയാറായല്ലോ ആൻറ്റി, ഇതുവരെ വന്നില്ലേ വിളിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയാണ്. എന്നാൽ നമുക്ക് അങ്കിളിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് വേണോ മനു, ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ നാണക്കേടല്ലേ, എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് പോയതാണെന്നല്ലേ എല്ലാവരും ചിന്തിക്കുള്ളൂ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റിക്ക് ആൻറ്റിയുടെ ഹസ്ബൻഡാണോ വലുത് അഭിമാനാണോ വലുത് എന്ന് ചോദിക്കുകയാണ്. അതെല്ലാം മനു ഇന്നൂടെ നോക്കാം നമുക്ക്, എന്നിട്ട് ഇന്നും വന്നില്ലെങ്കിൽ നാളെ നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയാണ്. ആൻറ്റിയുടെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യാണ്. ആ സമയത്ത് കൃഷ്ണ വന്നിട്ട് വൈജയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെ പറ്റി ഒരു വിവരം കിട്ടിയില്ല അമ്മയും ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെ ഇല്ല എന്ന് പറയണം. ഇനി അച്ഛനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, ആര് തട്ടിക്കൊണ്ടുപോകാൻ, വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമെന്ന് ചോദിക്കുകയാണ്. അല്ല ഈ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് വേറെ വഴിയിൽ നിന്ന് എങ്ങാനും തട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ റാൻസം മണി ചോദിക്കാനൊക്കെ ആയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങോട്ടേക്ക് ഒരു കോള് പോലും വന്നില്ലല്ലോ, എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോട്ടോ അമ്മ എന്ന് പറയുമ്പോൾ ഇനി നിൻ്റെ ഉപദേശം കൂടിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ തലക്ക് വെളിവില്ലാണ്ടിരിക്കണം, നീ അകത്തെങ്ങാനും പോയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണയെ വഴക്ക് പറഞ്ഞയക്കുകയാണ് വൈജ. അതിനുശേഷം വൈജ അലീനയെ വിളിച്ച് ഊണെടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പോവാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയാണ്. എങ്ങോട്ട് പോകാൻ എന്ന് വൈജ ചോദിക്കുമ്പോൾ മാഡം അല്ലേ എന്നോട് പൊക്കോളാൻ പറഞ്ഞത്, അത് കാരണം ഞാൻ ഇന്ന് പോവാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ് വൈജ. നീ എന്താണെങ്കിലും ഊണെടുത്ത് വെക്കുക എന്ന് പറയുന്നുണ്ട്. സാർ ഇന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അറിയാനാണ്, നീയല്ലേ സാറ് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയാണ്. അലീന ഊണെടുത്ത് വെക്കാനായിട്ട് കിച്ചണിലേക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ആ ഹോട്ടൽ റൂമിൽ തന്നെ ഇരുന്ന് മദ്യപിക്കുന്നതാണ്. ആ സമയത്ത് ഗംഗാധര മേനോനും മാലതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ വിളിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ വിളിക്കുമ്പോൾ തല പൊക്കി നോക്കുകയാണ്. ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് കഴിച്ചു എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരുപാട് കഴിച്ചു പക്ഷേ ബോധം കിടുന്നില്ല, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് വേണ്ടി മാലതി നല്ല ഒന്നാന്തരം ഊണൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി പറയാണ്, അതെ നിങ്ങളുടെ പട്ടിക്ക് കൊടുത്താൽ മതി, നല്ല ഊണാണെന്നും പറഞ്ഞ് നല്ല വിരുന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ തരുന്നത് ഉച്ഛിഷ്ടമായിരിക്കും, അതാണല്ലോ പാരമ്പര്യം എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഒരിക്കൽ അതറിയാതെ കഴിച്ചുപോയ ഭാഗ്യദോഷിയാണ് ഞാൻ, ഇപ്പോഴാണ് എനിക്കതിൻ്റെ അരുചി മനസ്സിലായത്, ഇനി നിങ്ങൾ തരുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് അറയ്ക്കും എന്ന് പറയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അതിഥികൾക്ക് മുമ്പിൽ എച്ചിലി വിളമ്പി വെക്കുമെന്ന് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എത്രയ്ക്കൊന്നും പറയേണ്ട ബാലചന്ദ്രൻ, ഒരു തെറ്റ് പറ്റി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഇത് ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എന്ന് ഗംഗാധരൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആദ്യത്തെ സംഭവമില്ലായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെ പാരമ്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ എനിക്കിത് ആദ്യത്തെ സംഭവം തന്നെയാണെന്ന് ബാലചന്ദ്രൻ പറയാണ്. എൻ്റെ കുടുംബത്തിൽ ഒരു വ്യഭിചാരിണിയെ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മാലതി ദേഷ്യപ്പെടുന്നുണ്ട്. ബാലചന്ദ്ര, വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉപയോഗിച്ച വാക്കുകൾ തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാണ്. വാക്കുകളൊന്നും എനിക്ക് തിരിച്ചെടുക്കേണ്ട മേം സാബ് എന്ന് പറയാണ് ബാലചന്ദ്രൻ. നിങ്ങളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും എന്നല്ലേ, അറ്റുപോകും എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം, അത് അറ്റുപോയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല, ഒരു കത്തിയെടുത്ത് അത് മുറിച്ചു മാറ്റാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഞാനത് ചെയ്തേനെ എന്ന് പറയാണ് ബാലചന്ദ്രൻ.
എന്നിട്ട് ഗംഗാധരനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളൂ ബാലചന്ദ്രൻ. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങൾ എന്ത് ചെയ്താലും തകർന്നു പോകുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കും. നിങ്ങൾ തന്നെ ജനിപ്പിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതമായിരിക്കും എന്ന് ഗംഗാധരൻ പറയുമ്പോൾ, നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തടയിടുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ആരൊക്കെയാണ് എൻ്റെ മക്കൾ? എത്ര പേരാണ്? ഒരാളോ, രണ്ടാളോ, അതോ 3 പേരോ? അതോ അതിൽ ഇനി ആരൊക്കെയാണ് എൻ്റെ മക്കൾ? ഇനി ആരെങ്കിലും അച്ഛനാണെന്ന് പറഞ്ഞ് പിന്നീട് എങ്ങാനും കയറി വരുമോ എന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ മിസ്റ്റർ കേണൽ ഗംഗാധരൻ മേനോൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയാളുടെ അടുത്തേക്ക് ബാലചന്ദ്ര എന്ന് വിളിച്ച് അടിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ ദേഷ്യത്തിൽ ചെല്ലുന്ന സമയത്ത് മാലതി തടയിടുകയാണ്, കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൈതക്കൽ മാളിക വീട്ടിൽ എന്തും സംഭവിക്കാം. നാളെ നിങ്ങൾ ആങ്ങളമാരും അനുജത്തിയും കൂടിയിട്ട് നീ വെറും കാവൽ പട്ടി മാത്രമായിരുന്നു ബാലചന്ദ്ര, ഇവർക്കൊക്കെ വേറെ തന്തന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കണ്ടേ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടിട്ട് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോവുകയാണ് ഗംഗാധരൻ മേനോനും മാലതിയും. അത്രയും അപമാനമായതോടു കൂടിയിട്ട് ഗംഗാധരൻ മാലതിയെ വിളിച്ചിട്ട് വാ പോകാം എന്ന് പറയുമ്പോൾ, നിൽക്ക് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാലതി ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്ര നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇത്തിരി മുൻപ് വൈജയന്തി വിളിച്ചിരുന്നു. നിങ്ങളിവിടെ വന്നിരുന്നു എന്നും നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളെല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജയന്തി ഒരിക്കലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കത്തില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടം വരാനില്ല. നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം വരിക. നിങ്ങളുടെ കുടുംബം, കുട്ടികൾ, ബിസിനസ് എല്ലാം തകർന്നു പോകും എന്ന് മാലതി പറയുമ്പോൾ, അത് തന്നെയാണ് ഇത്രയും നേരം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കൂടെ എങ്ങനെ ഒന്നിച്ച് തകർക്കാം എന്ന് ബാലചന്ദ്രൻ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തിനാ ഇനി കുടുംബം? 22 വർഷക്കാലമായിട്ട് എന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ എനിക്ക് എന്തിനാ എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല മാലതി അടുത്തി. 22 വർഷമായിട്ട് എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നില്ല. അത് വെറും ഒരു പൊട്ട സങ്കല്പം മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് ആകെ ഒരു തകർന്ന മനുഷ്യനെ പോലെ വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ഇനിയാണ് എനിക്കൊരു കുടുംബം വേണ്ടത്. വിവാഹത്തിന് മുൻപ് പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ എനിക്ക് ഇനിയും കിട്ടും. അതിനുള്ള ആരോഗ്യം, സമ്പത്തും പ്രൗഢിയും ഒക്കെ എനിക്കുണ്ട്. ഞാൻ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഇനിയും ഒരു നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടും എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് ഗംഗാധരൻ്റെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് കേണൽ സാബ് നിങ്ങൾ എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളുടെ സഹോദരിയുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞാൽ മതി എന്ന് പറയണം. ഇനി എനിക്ക് ഒറ്റ കാര്യമേ ആലോചിക്കാനുള്ളൂ. അവളെ ഡിവോഴ്സ് ചെയ്യണോ, അതോ അവളെ വെടിവെച്ച് കൊല്ലണോ, അതോ 4-5 വെപ്പാട്ടിമാരെ പാലയിൽ പല സ്ഥലത്തും താമസിപ്പിച്ച് എനിക്ക് അർമാദിക്കണോ, അത് മാത്രമേ എനിക്ക് തീരുമാനിക്കാനുള്ളൂ എന്ന് പറയണം ബാലചന്ദ്രൻ. ആ സമയത്ത് ഗംഗാധരൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലേന്ദ്ര നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അയാൾ നിങ്ങളുടെ ശത്രുവാണ്, മിത്രമല്ല ശത്രുവാണ്. നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയാണ് ഗംഗാധരൻ. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കാർ ഇവിടെ എത്തിച്ച് തരൂ, അതോ ഞാൻ അവിടെ വന്ന് എടുക്കണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഇന്ന് തിരിച്ചു പോകാനാണോ? ഈ സമയത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്, നിങ്ങൾ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ കാർ എനിക്കിവിടെ എത്തിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് എടുത്തോളാം എന്ന് തന്നെ വീണ്ടും പറയാണ്. ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതമൊന്നും അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. ആരുടെയും ജീവിതമൊന്നും ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. യുദ്ധം മുഖത്ത് ഒരുപാട് ജീവൻ പൊലിയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല അവർക്കൊക്കെ ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞു, ഇനി നമുക്ക് പിരിയാം, എനിക്ക് എൻ്റെ കാറ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് ഫോണും കണ്ണടയൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് ഗംഗാധരൻ വീണ്ടും പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ കാര്യമാണ് ബാലചന്ദ്ര, അത് വിട്ടുകള. അന്നത്തെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ ആ കുഞ്ഞും ജീവിച്ചിരിപ്പില്ല, അതും മരിച്ചു പോയി എന്ന് പറയുമ്പോൾ, ആ കുഞ്ഞു മരിച്ചു എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെയാണ് രാവണ്യമ്മാവൻ പറഞ്ഞത് എന്ന് പറയണം ഗംഗാധരൻ. രാവണ്യമ്മാവൻ കള്ള റാസ്കൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂം ചെക്കൗട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തുകൊണ്ട് റിസപ്ഷനിൽ വിളിച്ചിട്ട് റൂം ചെക്കൗട്ടാണെന്ന് പറയണം ബാലചന്ദ്രൻ. ബില്ല് ഞാൻ പേ ചെയ്തോളാം, ഇവിടെ വന്നിട്ട് ബാലചന്ദ്രൻ ബില്ല് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഗംഗാധരൻ പറയുമ്പോൾ, താങ്ക് യു, നിങ്ങളുടെ വാക്കുകൾക്ക് നന്ദി എന്ന് പറയണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ബാലചന്ദ്രൻ ഒരു തെണ്ടിയല്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് മനുവും കമലയും കൂടെ വീട്ടിലേക്ക് വരുന്നതാണ്, കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നതാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനു പറയുന്നുണ്ട്, അമ്മ അകത്തേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ ഒന്നുകൂടി വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ്.
ആ സമയം കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ കാർ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിടുമ്പോൾ ഒരാൾ വന്നിട്ട് കാറിലേക്ക് എത്തി നോക്കുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ ഒരു ബോട്ടിൽ വെള്ളവും ഒരു ബോട്ടിൽ മദ്യവും വാങ്ങിയിട്ട് കാറിലേക്ക് വന്ന് കയറുകയാണ്. എന്നിട്ട് ആ കാർ എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം അതിൽ മദ്യം കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കൊള്ളാം, നല്ല സുഖമുണ്ട്, ഇപ്പോൾ ഇത് പോവാൻ, നമുക്ക് എത്ര ദൂരം പോകുമെന്ന് നോക്കാം, എത്രത്തോളം പോവോ അത്രത്തോളം പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാർ എടുത്ത് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈജ ബാലചന്ദ്രൻ പോയതിനെ കുറിച്ചിട്ട് കമലയോട് സംസാരിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല കമലെടുത്തി, ആ അലീനയെ ചൊല്ലി എന്തെങ്കിലും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നല്ലാതെ വേറൊരു പ്രശ്നമില്ല. ഇത് അതിൻ്റെ പേരിൽ എന്നോട് വാശി തീർക്കാനായിട്ട് മാറി നിൽക്കുന്നതാണ് ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനു അതിനെ എതിർക്കുന്നുണ്ട്. മനു അങ്ങോട്ടേക്ക് വന്നിട്ട്, ഇപ്പോൾ അലീനയായ കുറ്റക്കാരി ആൻറ്റിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്, ആൻറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അങ്കിൾ പോയത് എന്ന് പറയുമ്പോൾ കമല ദേഷ്യപ്പെടുന്നുണ്ട്. ബാലചന്ദ്രൻ പോയതിന് നീ വൈജയെ കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അങ്കിൾ പോയതിന് അലീനയാണോ കുറ്റക്കാരി, എന്ത് കാരണം കൊണ്ടാണ് അവളെ കുറ്റക്കാരിയാക്കുന്നതെന്ന് പറയുമ്പോൾ കണ്ടോ കമലെടുത്തി, ഇവളും ഈ മനുവും ബാലചന്ദ്രനും അവളുടെ സൈഡാണ് നിൽക്കുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോൾ കുടുംബക്കാർ ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ മനുവിൻ്റെ അടുത്ത് കമല ചൂടാവുന്നുണ്ട്. നീ എന്തിനാണ് വൈജയെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അസൂയ പിടിച്ച രണ്ട് പെണ്ണുങ്ങൾ പരദൂഷണം പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ പറയണം. മനു പറയുന്നുണ്ട്, ആൻറ്റി ചെയ്യുന്നത് എന്താണെന്ന് ആൻറ്റിക്ക് അറിയത്തില്ല, സ്വന്തം നിലവാരം മറന്ന് ഒരു പ്രവൃത്തി ചെയ്തു കൂട്ടും, എന്നിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും എന്നൊക്കെ പറയാണ്. ആൻറ്റി മക്കളെ മാറ്റി നിർത്തി ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുക, അപ്പം സ്വന്തം നിലവാരം മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ വൈജ ദേഷ്യപ്പെടുകയാണ്. നീ എൻ്റെ നിലവാരം അളക്കണ്ട, നിൻ്റെ അമ്മയുടെ നിലവാരം അളന്നാൽ മതി എന്ന് പറയുമ്പോൾ രണ്ടും സീറോയാണ്, രണ്ടിനെയും ഒരുമിച്ച് കൂട്ടി കെട്ടാമെന്ന് പറയുമ്പോൾ നീ പോടാ അവിടെ നിന്ന് എന്ന് പറയുന്നത് ദേഷ്യത്തോട് കൂട്ടിയിട്ട് ഞാൻ പോയേക്കാം, എനിക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കണം, അങ്കിളിന് ഈ വീട്ടിൽ ആരോടും ദേഷ്യമോ വാശിയോ ഒന്നുമില്ല, ആൻറ്റിയോട് പറയാതെ അങ്കിൾ ഇവിടെ നിന്ന് പോയെങ്കിൽ അത് ആൻറ്റി അങ്കിളിന് അത്രയും സൗകര്യം കിട്ടിയതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് മനു പോവുകയാണ്. മനുവിൻ്റെ വാക്കുകൾ കേട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള എപ്പിസോഡാണ്. ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുന്ന ഭാഗമാണ് കാണിക്കുന്നത്. എത്തുന്ന സമയത്ത് തന്നെ അലീന ഡോറ് തുറക്കുന്നതും അതുപോലെ ബാലചന്ദ്രൻ ഇങ്ങനെ തോക്ക് എടുത്തിട്ട് വൈജയും അലീനയും ഒക്കെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും നല്ല കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.